ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുട്ടികളുടെ സ്പെഷ്യലായിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും മാംഗോ ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. ഞാനിതൊരു 4 മിനിറ്റ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ക്രീം ഫോമിലേക്കൊക്കെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കാം. അപ്പം നമ്മൾ കുറച്ചുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അത് കാരണമാണ് ഞാൻ പഞ്ചസാര പൊടിക്കാതെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഈ ഒരു കാണുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ക്രീം വേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ക്രീം വേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മാംഗോയുടെ പ്യൂരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ മാംഗോ വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാംഗോയുടെ എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മാംഗോയുടെ എസൻസ് ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിർബന്ധമൊന്നുമില്ല, നല്ലൊരു മാംഗോയുടെ ഫ്ലേവർ തന്നെ ഇതിനകത്തുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മാംഗോ ഒരു കളർ ശരിക്കും ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാംഗോയുടെ യെല്ലോ കളർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഒരു പിഞ്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാംഗോയുടെ ചെറിയ കഷ്ണങ്ങൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ, എടുത്ത് ഉപയോഗിക്കാം. അപ്പം പെട്ടെന്ന് കുറച്ച് ടൈം നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഐസ്ക്രീം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനി വീണ്ടും കാണാം.